വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തത് ഒരു മോയ്സ്ചറൈസർ ലോഷനായിരുന്നു. സൂപ്പർവായിട്ടുള്ള ലോഷനാണ്. ഈ ലോഷൻ ചേച്ചി ക്യാൻഡേന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതും പിന്നെ വേറൊരു ക്രീമും കൂടി ഉണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര മോയ്സ്ചറൈസ് ഫീലാണ്. അത് കഴിഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്യുന്നൊരു ബ്യൂട്ടി ക്രീമാണ് ഡൗവിൻ്റെ. ഇത് ഏട്ടൻ ബഹ്റിന് കൊടുന്നതാണ്. നല്ല സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേക്കപ്പിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ണ് ജസ്റ്റ് ഒന്ന് കാജൽ കൊണ്ട് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പേരിനൊരു പൊട്ട് കുത്തും. ഞാനൊരു കുഞ്ഞ് പൊട്ടേ കുത്തുള്ളൂ, അത്രയും എനിക്കിഷ്ടമാണ്. വലുതായിട്ട് കുത്താൻ എനിക്കിഷ്ടമല്ല. ഒരു പൊട്ട് കുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവത്തേക്കാണ് കിടക്കാൻ പോകുന്നത്. ലിപ്സ്റ്റിക്. വിത്തൗട്ട് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് എവിടെ പോകണമെങ്കിലും ലൈറ്റായിട്ടൊന്ന് ലിപ്പിലൊന്ന് കളർ ചെയ്യണം. എനിക്ക് എന്തോ പോലെയാണ് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു ഡാസ്ലറിൻ്റെ ഒരു ഷെയ്ഡാണ്. പക്ഷെ അതെനിക്ക് ഇട്ടപ്പോൾ എനിക്ക് വലിയ എൻ്റെ ഫേസിലോട്ട് വലിയ അങ്ങോട്ട് ഒരു ഗുമ്മ തോന്നിയില്ല. അപ്പം ഞാനത് രണ്ടാമത് ഒന്നും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്തു. എൻ്റെ ഒരു മെബിലിൻ്റെ ഒരു റെഡ് കളറുള്ള ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അതൊക്കെ ചേച്ചിൻ്റെയാണ്, എൻ്റെ അല്ല ചേച്ചിൻ്റെയാണ്. അപ്പോൾ അത് ഒന്ന് കളർ ചെയ്തപ്പോഴാണ് ഞാൻ സാറ്റിസ്ഫൈ ആയത്. എൻ്റെ ഫേസിന് അടിപൊളി തോന്നി എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. ഇപ്പോൾ തുടങ്ങിയ ഒരു ശീലം കേട്ടോ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ എനിക്കറിയില്ല, വളരെ രസം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഏട്ടൻ പെട്ടെന്ന് ബാക്കിൽ നിന്ന് വന്നു. ഞാനൊന്ന് പേടിച്ചതാണ്. എൻ്റെ ഇങ്ങനെ എക്സ്പ്രഷൻ മാറിയത്. എന്നിട്ട് ഏട്ടൻ അവിടെ തന്നെ ബെഡിൽ കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഹെയറിലോട്ട് കിടന്നു. ഹെയർ എങ്ങനെ കെട്ടുണ്ടെന്ന് എനിക്കൊരു പെടുത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരത്തിയിടാം, പക്ഷേ നീളം കൂടിയ മുടിയ കാരണം അധികം പരത്തിടാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്നോട് ചോദിക്കുന്ന ഏട്ടാ എങ്ങനെ ഇടേണ്ടത്. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയോ കമൻറ്റൊക്കെ അടിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സ്ഥിരം ഹെയർ സ്റ്റൈലാണ് മുകളോട്ട് കയറ്റിയിട്ട് ബാക്കിൽ ബണ്ണോ ഇല്ലെങ്കിൽ ഒരു ക്രാബ് ഇടുന്നത്. അതങ്ങനെ ഇട്ടു. പിന്നെ കുറച്ച് മുടി ഫ്രണ്ടിലോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്. അത് ഏതായിരുന്നു, ഗോൾഡ് പാരീസ് ലൈറ്റ് അങ്ങനെ പണ്ടത്തെ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വാച്ച് ഇട്ടു. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ റെഡി ആവൽ കഴിഞ്ഞു. അപ്പം ഞാൻ പോയിട്ട്